ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्त वृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും വൈശാഖമാസ ആശംസകൾ. കഴിഞ്ഞ ആഴ്ച ഒരു ഗുരുവിനെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് വിവരിച്ചായിരുന്നു. ഈ ഗുരുവിനെ സ്വീകരിക്കുക ആചാര്യന്മാരുടെ എന്താ പറയുക, അവരുടെ അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഉയർന്ന ഒരു കാര്യമാണ്. ഭഗവാൻ ആത്മീകതയെ 4 സ്കൂളിൽ കൂടെയാണ് വിതരണം ചെയ്തത്. ഞാനത് കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. 4 പരമ്പരയിൽ കൂടെ ഭഗവാൻ തൻ്റെ കാര്യമാണെങ്കിൽ പോലും അതിന് 4 വ്യക്തികളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 4 ആചാര്യന്മാരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ലക്ഷ്മിദേവി തുടങ്ങിയത് ശ്രീ സമ്പ്രദായം, മഹാദേവൻ തുടങ്ങിയത് രുദ്രസമ്പ്രദായം, കുമാരന്മാർ തുടങ്ങിയത് കുമാരസമ്പ്രദായം, പിന്നെ ബ്രഹ്മാവ് തുടങ്ങിയത് മധ്വസമ്പ്രദായം. അപ്പോൾ ഈ 4 ആത്മീക സമ്പ്രദായങ്ങൾക്കും ഇവർ തന്നെയാണ് ആചാര്യന്മാർ. ബ്രഹ്മാവ്, മഹാദേവൻ, കുമാരന്മാർ, ലക്ഷ്മിദേവി, ഇവരാണ് ആചാര്യസ്ഥാനത്തിലുള്ളത്. നമ്മൾ ആചരിക്കുന്ന ഗൗഡീയ സമ്പ്രദായത്തിൽ ബ്രഹ്മാവാണ് ആദ്യത്തെ ആചാര്യ. ഇത് തുടങ്ങിയ പരമാചാര്യൻ ബ്രഹ്മാവാണ്. പിന്നീട് മധ്വാചാര്യർ അതിൻ്റെ പ്രധാനപ്പെട്ട ഗുരുവായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആചരിക്കുന്ന ശ്രീ ചൈതന്യ മഹാപ്രഭു വന്ന ഈ സമ്പ്രദായത്തിന് ബ്രഹ്മമധ്വ ഗൗഡീയ സമ്പ്രദായം എന്ന പേരാണ്. എന്തിനാണ് ആചാര്യന്മാർ? അതായത് പൊതുവേ ചിലർക്കൊരു സംശയം തോന്നാം, ഭഗവാനെ പൂജിക്കുന്നതിൽ എന്തിനാ നടുക്കൊരു ഗുരു? ഒരു ആചാര്യൻ, ഗുരുവിനും ആചാര്യനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഗുരു ആരാ? അദ്ദേഹത്തിൻ്റെ പൂർവാചാര്യന്മാർ വിശദീകരിച്ചത് അതേപടി താഴെ കൊടുക്കുന്ന ഒരാളാണ് ഗുരു. ആചാര്യൻ എന്ന് പറയുമ്പോൾ ദേശകാല പാത്രമനുസരിച്ച് അല്പം മാറ്റം വരുത്തി സമയോചിതമായി പ്രചരിപ്പിക്കാൻ കഴിവുള്ള ആളാണ് ആചാര്യൻ. മനസ്സിലായോ? ഗുരു എന്ന് പറഞ്ഞാൽ പൂർവഗുരുക്കന്മാർ എന്ത് വിശദീകരിച്ചോ അത് അങ്ങനെ താഴെയുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഗുരു. ആചാര്യൻ
കാര്യങ്ങൾ വേണ്ടവണ്ണം സമയത്തിന് അനുയോജ്യമായി മാറ്റാനും തിരിക്കാനുമൊക്കെ അധികാരമുള്ള ആളാണ് ആചാര്യൻ. ഉദാഹരണം നാരദ മഹർഷി. നാരദ മഹർഷി രാമ എന്ന നാമത്തിനെ മര എന്ന് തിരിച്ചു. ഇത് നമ്മളാരും ചെയ്യാൻ പാടില്ല, മറ്റാരെങ്കിലും ചെയ്താൽ മഹാപാപമാണ്. ഇപ്പോൾ നമ്മൾ ചെന്ന് ആരടുത്തെങ്കിലും പ്രചരിപ്പിക്കുകയാണ്, ഹരേ എന്ന് ജപിക്കുന്നതിന് രേഹ എന്ന് ജപിക്കാൻ നമുക്ക് ആർക്കെങ്കിലും ഉപദേശിക്കാൻ പറ്റുമോ? അത് പാപമായി പോകും. കൃഷ്ണ എന്ന് പറയുന്നതിനെ നാഷ്റുഖ് എന്ന് തിരിച്ചു പറയാൻ പറ്റുമോ? അതെല്ലാം നമ്മൾ ചെയ്താൽ മഹാപാപമാണ്. പക്ഷേ നാരദ മഹർഷി വാൽമീകി എടുത്ത് എന്താ ചെയ്തത്? മര എന്ന് നാമത്തിനെ തിരിച്ചു കൊടുത്തു. ഇത് ആചാര്യന്മാർ മാത്രമേ ചെയ്യാവൂ. വേറെ ആര് ചെയ്താലും അതവിടെ പാപമായി തീരും. ഇപ്പോൾ ശ്രീല പ്രഭുപാദർ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ സ്ത്രീകൾക്ക് നാമദീക്ഷ, മന്ത്രദീക്ഷ കൊടുത്തു. അപ്പോൾ മറ്റുള്ളവരെല്ലാം സ്വാമി പ്രഭുപാദരെ കുറ്റപ്പെടുത്തി. പക്ഷെ പ്രഭുപാദ് സ്വാമികൾ അമേരിക്കയിൽ പോയപ്പോൾ നമ്മുടെ സംസ്കാരമുള്ള ഭാരതമല്ല അവിടെ. അവിടെ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവരും വ്യത്യസ്തമായ ജീവിത രീതിയാണ്. വീട്ടിലുള്ള കുട്ടികൾ ഒരു 15 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മയുടെ കൂടെ താമസിക്കുന്നത് അവർക്കൊരു ഷേമാണ്, നാണക്കേടാണ്. അപ്പോൾ 15 വയസ്സാകുമ്പോൾ ഉടനെ കുട്ടികൾ പുറമേ ചെന്ന് തനിയെയാണ് താമസിക്കുന്നത്. അച്ഛനെ ഫാദേഴ്സ് ഡേയിൽ കാണും, അമ്മയെ മദേഴ്സ് ഡേയിൽ കാണും, അല്ലെങ്കിൽ മോളിൽ വെച്ച് ഇടയ്ക്കൊക്കെ പരിചയപ്പെടും. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്നും പല വീടുകളിലും 40 വയസ്സായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെന്ന് കാരണവന്മാരുടെ കാലും തൊട്ട് തൊഴുത് ഇറങ്ങുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പ്രഭുപാദർ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവരുടെ ജീവിത രീതി തികച്ചും വ്യത്യസ്തമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ജീവിത രീതിയേ അല്ല. അപ്പോൾ പ്രഭുപാദ് സ്വാമികൾ എന്ത് ചെയ്തു? അവിടെ സ്ത്രീകൾക്കും ദീക്ഷ കൊടുക്കാൻ, മന്ത്രദീക്ഷ കൊടുക്കാൻ തുടങ്ങി. ദേശകാല പാത്രം, സാഹചര്യത്തിൻ്റെ ആവശ്യമനുസരിച്ച് സമയോചിതമായി പ്രഭുപാദർ ചില മാറ്റങ്ങൾ വരുത്തി. ഈ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരം ആചാര്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഗുരു എന്ന് പറയുന്ന ആൾ പൂർവ ഗുരുക്കന്മാർ പറഞ്ഞത് അതേപടി, അതിൽ വെള്ളം ചേർക്കാതെ മാറ്റങ്ങൾ വരുത്താതെ അതേപടി ശിഷ്യഗണങ്ങൾക്ക് ഉപദേശിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ആൾ ഗുരു. ആചാര്യൻ അങ്ങനെയല്ല, സമയമനുസരിച്ച് സാഹചര്യമനുസരിച്ച് ഭഗവാന് പ്രീതിപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ അനുവാദമുള്ള ഒരാളാണ് ആചാര്യൻ. അപ്പം ഈ 4 സമ്പ്രദായത്തിന് ആരാ 4 ആചാര്യന്മാർ? ലക്ഷ്മി, ബ്രഹ്മ, ശിവ, മഹാദേവൻ. ലക്ഷ്മി ദേവിയാണ് ശ്രീ സമ്പ്രദായം തുടങ്ങിയത്. ഇന്ന് നമ്മൾ ശ്രീരംഗം തിരുപ്പതിയിലൊക്കെ പോകുമ്പോൾ കാണുന്നില്ലേ, വലുതായിട്ട് വെള്ളക്കുറിയും ചുവന്നതൊക്കെ ഇട്ടവർ. അവർ ശ്രീ സമ്പ്രദായത്തിൽ വരുന്നവരാണ്. അവരുടെ ആചാര്യൻ രാമാനുജാചാര്യർ, പൂർവാചാര്യർ തുടങ്ങിയത് ലക്ഷ്മി ദേവിയാണ്. അതുകൊണ്ട് അവർ നെറ്റിയിൽ നടുക്കൊരു ചുവന്ന കുറി ഉണ്ടാകും. അത് ലക്ഷ്മി ദേവിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അവർ ലക്ഷ്മി ദേവിയാണ് അവരുടെ സമ്പ്രദായം, ശ്രീ സമ്പ്രദായം. അപ്പം എന്തിനാണ് ഗുരു ആചാര്യന്മാരെല്ലാം നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചോദ്യം, ഓർമ്മയുള്ള കാലം തൊട്ടേ ഞാൻ ഗുരുവായൂരിൽ ഹരേ രാമ ജപിക്കുന്ന ആളാണ്. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയെല്ലാം ഭാഗവതം വായിക്കുന്നവരാ. ഇതിൻ്റെ നടുക്ക് ഗുരു എന്തിനാ?
അച്ഛനും അമ്മയും ഇല്ലാതെ ഭൂമിയിൽ ആർക്കെങ്കിലും ജനിക്കാൻ പറ്റുമോ? ആർക്കും ജനിക്കാൻ പറ്റില്ല. അതേപോലെ ആത്മീക ഗുരുവില്ലാതെ ആത്മീകമായ ജന്മവും ഇല്ല. ആത്മീക ജന്മം നമുക്കില്ല, ഗുരു വേണം. നമ്മൾ ഭൗതിക ലോകത്തിൽ ഒരു വിദ്യാഭ്യാസം പഠിക്കുമ്പോൾ പോലും ഒരു സർവകലാശാലയുടെ രേഖ വേണം, സർട്ടിഫിക്കറ്റ് വേണം. നമ്മൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ അവർ സർട്ടിഫിക്കറ്റും ബയോഡേറ്റയും എല്ലാം ചോദിക്കും. അല്ല, എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല, ഞാൻ കണ്ടു പഠിച്ചതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇറക്കി വിടും. ഭൗതിക ലോകത്ത് പോലും ഒരു അംഗീകരിച്ച വ്യക്തിയുടെ താഴെ ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ആത്മീക ഗുരു ആവശ്യമാണ്. കാരണം നമ്മൾ ഈ പഠിക്കുന്ന ഭഗവത്ഗീതയെല്ലാം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ ഒരു സാഹചര്യം വേണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വേണം. ഭഗവാനെ എനിക്ക് വിനയം താ, എനിക്ക് വിനയം താ, എനിക്ക് വിനയം താ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഭക്തിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഹ്യൂമിലിറ്റി, വിനയം എന്ന് പറയുന്നത്. നമുക്ക് ഒട്ടുമില്ലാത്ത ഒരു സാധനവും അത് തന്നെയാണ്. നമുക്കെല്ലാവർക്കും അഹങ്കാരം അല്പം കൂടുതലാണ്. പക്ഷേ ഭക്തിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ വിനയം വേണം. നമ്മൾ വിനയം വേണം, വിനയം വേണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞ പ്രധാനപ്പെട്ട പ്രാർത്ഥന അതാണ്. എന്താണ്? തൃണാദപി സുനീചേന തരോരേവ സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനീയ സദാഹരി. തൃണാദപി സുനീചേന തരോരേവ സഹിഷ്ണുന. ഒരു പുൽക്കൊടിയേക്കാളും എളിമയുള്ളതും ഒരു മരത്തിനേക്കാളും സഹിക്കാനുള്ള കഴിവും ഒരു ഭക്തന് ആവശ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട സ്വഭാവം. പുല്ലിനേക്കാളും എളിമ വേണം. പുല്ലിനെ ആൾക്കാർ ചവിട്ടും, പശു വന്ന് തിന്നും, എന്ത് ചെയ്താലും പുല്ല് പ്രതികരിക്കത്തില്ല. പുല്ലിനേക്കാളും എളിമ. തൃണാദപി സുനീചേന തരോരേവ സഹിഷ്ണുന. മരത്തിനേക്കാളും സഹിക്കാനുള്ളത്. മരത്തിൽ ആൾക്കാർ ആണിയടിക്കും, പെയിൻ്റ് അടിക്കും, കയർ കൊണ്ടുപോയി കെട്ടും, പലതും ചെയ്യും. സഹിക്കാനുള്ളത്. അമാനീനമാനതേന. എല്ലാവരെയും ബഹുമാനിക്കണം, പക്ഷെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. നമ്മൾ നേരെ തിരിച്ച, നമ്മളെല്ലാവരും ബഹുമാനിക്കണം, നമ്മൾ ആരെയും വകവെക്കില്ല. അമാനീനമാനതേന കീർത്തനീയ സദാഹരി. ആ ഒരു ഭാവത്തിൽ വേണം നാമജപം ചെയ്യാൻ. അപ്പോൾ എനിക്ക് എളിമ വേണം, എളിമ വേണം, എളിമ വേണം എന്ന് പറയുമ്പോൾ ആ എളിമ വളർത്താനുള്ള സാഹചര്യം ദൈവം തരുമ്പോൾ നമ്മൾ എന്തു പറയും? ആഹാ, എന്നെ ഇൻസൾട്ട് ചെയ്തോ, ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്നെ കുറ്റപ്പെടുത്തിയോ, എന്നെ വെറുതെ വഴക്കുണ്ടാക്കിയോ? ഇതെന്തിനാ ദൈവം ഈ സാഹചര്യം തരുന്നത്? എനിക്ക് ഉള്ളിൽ എളിമ വളർത്താനാണ്. എളിമ വേണമെന്ന് പ്രാർത്ഥിക്കും. എളിമ വളർത്താനുള്ള സാഹചര്യം തന്നാൽ നമ്മൾ പ്രതികരിക്കും. ഇതെന്ത് പ്രാർത്ഥനയായത്? അല്ലേ? ഇത് കപടമാണ്, കാപഠ്യം. വിനയം വേണം. അപ്പോൾ വിനയം വളർത്താനുള്ള സാഹചര്യം, അത് ഞാൻ ചെയ്യൂല. എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് വേണം, ശരി പഠിച്ചോ, അത് ഞാൻ പഠിക്കൂല. അല്ലാതെ പിന്നെ എങ്ങനെ മാർക്ക് കിട്ടും? വിനയം വേണം. വിനയം ഉയർത്താനുള്ള സാഹചര്യം, അത് ഞാൻ ചെയ്യൂല. അപ്പം ഇങ്ങനെ ഉള്ള കപടഭക്തരാ നമ്മൾ. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഗുരുവിൻ്റെ, ഒരു ആചാര്യൻ്റെ ആവശ്യം വരുന്നത്. ഉദാഹരണം, 4 സമ്പ്രദായം. അതിൽ ഒരു സമ്പ്രദായം രുദ്രസമ്പ്രദായം. രുദ്രസമ്പ്രദായത്തിൻ്റെ പരമാചാര്യൻ ആരാ തുടങ്ങിയത് രുദ്രസമ്പ്രദായം? ആൻസർ അറിയാവുന്നവർ ചാറ്റ് ബോക്സിലിടുക. രുദ്രസമ്പ്രദായം ആരാ തുടങ്ങിയത്? ഒരു അനക്കോ ഇല്ലല്ലോ, എല്ലാവരും മറന്നു, ഉറക്കത്തിലാണോ? 4 സമ്പ്രദായവും 4 സമ്പ്രദായത്തിൻ്റെ ഗുരുക്കന്മാരെക്കുറിച്ചും നമ്മൾ പറഞ്ഞു.
ഇപ്പോൾ രുദ്രസമ്പ്രദായം ആരാ? കറക്റ്റ്, മഹാദേവൻ, ശിവനാ തുടങ്ങിയത്. മഹാദേവൻ തുടങ്ങി. ശരി, മഹാദേവൻ ഒരു പരമഭക്തനുണ്ടായിരുന്നു. ബാണാസുരൻ എന്ന പേരാ. പരമഭക്തൻ. മഹാദേവൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാതെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ മഹാദേവൻ അവരെ പതുക്കെ ഭഗവാന്റെ അടുത്ത് അയച്ചു തരും. പക്ഷേ എനിക്ക് പണം വേണം, ആരോഗ്യം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മഹാദേവൻ എന്ത് ചെയ്യും? അവരെ ത്രിഗുണങ്ങളിൽ ബന്ധിച്ച് അങ്ങ് പിടിച്ചു വയ്ക്കും. നല്ലോണം ശ്രദ്ധിക്കുക. മഹാദേവൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഹാദേവൻ അയാളെ ഭക്തിയിലേക്ക് ഉയർത്തും, ഭഗവാന്റെ അടുത്ത് വിടും. പക്ഷേ നേരെ മറിച്ച് എനിക്ക് കാശ് വേണം, പണം വേണം, സ്വർണം വേണം, ആരോഗ്യം വേണം, സുന്ദരിയായ ഭാര്യ വേണം, സുന്ദരനായ ഭർത്താവ് വേണം, അത് വേണം, ഉടനെ എന്ത് ചെയ്യും? ത്രിഗുണങ്ങളിൽ ബന്ധിച്ചു വയ്ക്കും. സത്വരജോ തമോ ഗുണങ്ങളിൽ അയാളെ ബന്ധിച്ചു വയ്ക്കും. അപ്പോൾ ബാണാസുരൻ എന്നൊരു മഹാസുരൻ ഉണ്ടായിരുന്നു. ഈ ബാണാസുരൻ എന്ത് ചെയ്തു? ഒരു തവണ അതികഠിനമായ തപസ്യ ഉണ്ടാക്കി. ഈ ബാണാസുരന് കുറേ കൈയുണ്ടെന്നാണ് പറയണത്, ഒരുപാട് കൈകളുണ്ട്. ഇപ്പോൾ ഒരു തവണ ബാണാസുരൻ ചെണ്ടയെടുത്ത് ചെണ്ട വായിച്ചു. വാദ്യങ്ങളിലും ദേവവാദ്യം, അസുരവാദ്യം എന്ന് രണ്ടെണ്ണമുണ്ട്. വീണ, മൃദംഗം, ഇതെല്ലാം ദേവവാദ്യം എന്നാണ് പറയണത്. ചെണ്ട, പിന്നെന്താ തിമില, അതൊക്കെ ഇല്ലേ, ചേങ്ങൽ, ഇതെല്ലാം അസുരവാദ്യം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് കൂടിയത് ഒന്ന് കുറഞ്ഞത് അങ്ങനെയൊന്നുമല്ല കേട്ടോ. എല്ലാം പല തരത്തിലുള്ള, ഒന്ന് സാത്വികമായ സംഗീതവും ഇനിയൊന്ന് രാജസികമായ സംഗീതം. നിങ്ങൾ ചെണ്ടമേളമൊക്കെ കണ്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവും, ശിങ്കാരി മേളം, ചെണ്ടമേളം എന്ന്. അവിടെ ആരും നിന്നൊന്നും കേൾക്കില്ല, എല്ലാം തുള്ളിക്കൊണ്ടേ കേൾക്കുള്ളൂ. ചെണ്ടയൊക്കെ അടുത്ത് നിൽക്കുന്നവർ തുള്ളിക്കൊണ്ടേയിരിക്കും. എന്താണ്? രജോ ഗുണം ഉൽപ്പാദിപ്പിക്കുന്ന വാദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ രജോ ഗുണം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ രജോ ഗുണം വർദ്ധിക്കും. അപ്പോൾ അത് ചെണ്ടയൊക്കെ കേൾക്കുമ്പോൾ അവൻ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ചാടി ചാടി നിൽക്കും. അതെ, വീണ, മൃദംഗം, ഇങ്ങനെ ഒരു ദേവവാദ്യം ശാസ്ത്രീയ സംഗീതത്തിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്നവരെങ്ങനെയാണ്? ഉറങ്ങി കേട്ടുകൊണ്ടിരിക്കും. കാരണം അത് കേട്ട് 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 അങ്ങ് ഉറങ്ങിപ്പോകും. അപ്പോൾ ദേവവാദ്യം, അസുരവാദ്യം, ഒന്ന് കൂടിയതോ ഒന്ന് കുറഞ്ഞതോ താഴ്ത്തിയോ ഉയർത്തിയോ അല്ല പറയുന്നത്. ഇത് രണ്ടും വ്യത്യസ്തമായത്. പിന്നെ ഡ്രംസും ഗിറ്റാറും ലിസ്റ്റിലേ ഇല്ല, ഈ രണ്ട് ലിസ്റ്റിലും ഇല്ല, അതൊക്കെ പിന്നെ വന്നത്. ശരി, അപ്പോൾ ബാണാസുരൻ എന്ത് ചെയ്തു? ഒരു തവണ, ഒരുപാട് കൈകളുണ്ട് ബാണാസുരൻ എടുത്തങ്ങ് ചെണ്ടയടിക്കാൻ തുടങ്ങി. മഹാദേവൻ നൃത്തം വയ്ക്കാൻ തുടങ്ങി. മഹാദേവൻ്റെ നൃത്തം ഗംഭീരമാകും തോറും ഇവൻ്റെ ചെണ്ടവാദ്യവും ഗംഭീരമായിക്കൊണ്ടിരുന്നു. മഹാദേവൻ ആടി ആടി ആടി. കാരണം ഇന്നേ വരെ ഒരാൾ പോലും മഹാദേവൻ്റെ നാട്യം, നടനം, നൃത്തത്തിന് തുല്യമായി ആരും തന്നെ ഇത് ചെയ്തിട്ടില്ല, വാദ്യം വായിച്ചിട്ടില്ല. അപ്പം ഈ ബാണാസുരൻ അങ്ങ് വായിച്ചു. മഹാദേവനും അതിമനോഹരമായി നൃത്തം വച്ചു. എല്ലാം കഴിഞ്ഞ് ബാണാസുരൻ്റെ അടുത്ത് ചോദിച്ചു, ബാണാസുര, നിനക്ക് എന്ത് വരദാനമാണ് വേണ്ടത്? ഉടനെ ബാണാസുരൻ പറഞ്ഞു, പ്രഭോ, കുടുംബസമേതം എൻ്റെ വീട്ടിൽ വന്ന് കാവലിന് നിൽക്കണം. നോക്കിക്കോളൂ ബാണാസുരൻ്റെ ആവശ്യം. ഇതാണ്, അസുരന്മാർക്ക് പോലും നല്ലത് ചെയ്യാൻ പോവില്ല, നമ്മൾ കുടുങ്ങിപ്പോകും. അതെങ്ങനെയാ? മുതലയുടെ വായിനകത്തുള്ള മുള്ളെടുക്കുന്നത് പോലെ. ഒരു മുതലയും വാ തുറന്ന് വെച്ചിരിക്കുക. പോകുന്ന വഴിക്ക് നമ്മളെ വിളിച്ചിട്ട്, ചേട്ടാ, എൻ്റെ വായിനകത്ത് ഒരു മുള്ളു കുടുങ്ങിക്കിടക്കുന്നു, അതൊന്ന് എടുത്തു തരാമോ എന്ന് ചോദിച്ചാൽ എത്ര പേരാ മുതലയുടെ വായിൽ നിന്ന് മുള്ളെടുക്കും? ആരും ആ പ്രദേശത്തേ പോകില്ല. കാരണം
അത് മുതലയുടെ സ്വഭാവം മാറും. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ബാണാസുരൻ അതിമനോഹരമായി ചെണ്ട വായിച്ച് 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 അവസാനം എന്ത് വരദാനം വേണമെന്ന് ചോദിച്ചപ്പോൾ അത് ഒറ്റയ്ക്ക് വന്നാൽ പോരാ, കുടുംബസമേതം ഗണപതിയും സുബ്രഹ്മണ്യനും എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് കുടുംബത്തോടെ എൻ്റെ വീട്ടിൽ കാവൽ നിൽക്കണം. പക്ഷേ മഹാദേവന് ആശുതോഷ് എന്നൊരു പേരുണ്ട്. എന്ന് വെച്ചാൽ ക്ഷിപ്രപ്രസാദി. എന്ത് ചോദിച്ചാലും മഹാദേവൻ ഉടനെ അങ്ങ് തരും. മഹാദേവനും സമ്മതിച്ചു. പക്ഷെ മഹാദേവൻ്റെ ഉദ്ദേശം എന്താ? ഈ ആത്മാവിനെ എങ്ങനെയെങ്കിലും ഉയർത്തണം. ഭൗതിക ആഗ്രഹങ്ങളുടെ പിടിയിൽ കിടക്കുകയാണ്. അത് വേണം, ഇത് വേണം, ഭൗതികമായ കെട്ടുകളുടെ അടിയിൽ കിടക്കുക. ഇവനെ ഉയർത്തണം എന്ന് മഹാദേവൻ ആഗ്രഹിച്ച് നിവർത്തിയില്ലാതെ സമ്മതിച്ചു. അങ്ങനെ വാതല് ആരാ കാവലിരിക്കണത്? ശിവൻ, പാർവതി ദേവി, പിന്നെ ഗണപതി, സുബ്രഹ്മണ്യം, എല്ലാവരും ഈ ബാണാസുരൻ്റെ വാതലിൽ കാവൽ. നല്ല രസകരമായ ഒരു അധ്യായമാണ് ഭാഗവതത്തിൽ. വലിയ പ്രസിദ്ധിയില്ലാത്ത ഒരു അധ്യായമാണ് ഇത്. പലർക്കും അങ്ങനെ വലുതായിട്ട് വായിക്കുന്ന ഒരു അധ്യായമല്ല, കേൾക്കാത്ത എന്ന ഭാഗവതത്തിലുള്ളതാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം വായിക്കുന്ന ഒരു അധ്യായം. എല്ലാവരോടെ വിളിച്ചുകൊണ്ട് വന്ന് കാവൽ നിർത്തി. അത്ര തന്നെ ബാണാസുരൻ്റെ അഹങ്കാരം അങ്ങോട്ട് കൂടാൻ തുടങ്ങി. കാരണം എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. വാതല്ലാരാ നിൽക്കുന്നത്? ശിവനാ നിൽക്കുന്നത്. മഹാദേവനെ കടന്ന് ആർക്കെങ്കിലും വന്ന് എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബാണാസുരൻ്റെ അഹങ്കാരം അങ്ങോട്ട് കൂടി. ബാണാസുരൻ്റെ അഹങ്കാരം കൂടി. പിന്നെ ഒരു തവണ തൻ്റെ മകളുടെ കല്യാണം, ഉഷയുടെ കല്യാണം. ഉഷയ്ക്കാണെങ്കിൽ അനിരുദ്ധനെയായി ഇഷ്ടം. ബാണാസുരൻ്റെ മകളായ ഉഷയ്ക്ക് കല്യാണം. ഉഷയ്ക്ക് വന്നിട്ട് ഭഗവാന്റെ ചെറുമകനായ അനിരുദ്ധനെയായി ഇഷ്ടം. വേറെ ആരെയും കെട്ടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് രാത്രിക്ക് രാത്രി ഉഷ ആൾക്കാരെ അയച്ച് ഈ അനിരുദ്ധൻ ഉറങ്ങിക്കിടന്നപ്പോൾ കട്ടിലോടെ കടത്തിക്കൊണ്ടുവന്നു. നോക്കിക്കോളെ, ഇതൊക്കെ അന്നേ തുടങ്ങിയ പരിപാടിയാണ്, ഇന്നൊന്നല്ല. അന്നേ ഇവരെല്ലാം ചെയ്തിട്ടുണ്ട്. ബാണാസുരൻ്റെ മകൾ ഉഷ ഭഗവാന്റെ ചെറുമകനായ അനിരുദ്ധനെ ഇഷ്ടപ്പെട്ട് രാത്രിക്ക് രാത്രി ഇവർ മായവിദ്യയെല്ലാം ഉപയോഗിച്ച് ഉറങ്ങിക്കിടന്ന കട്ടിലോടങ്ങ് തൂക്കിക്കൊണ്ടുവന്നു. പക്ഷെ ബാണാസുരൻ തെറ്റിദ്ധരിച്ചു, ഭഗവാന്റെ ചെറുമകനായ അനിരുദ്ധനാണ് എൻ്റെ മകളെ വശപ്പെടുത്തിയതെന്ന് പറഞ്ഞ് അനിരുദ്ധനെ ബന്ധിച്ചു. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ചെറുമകനെ രക്ഷിക്കാൻ ഇവിടെ ബാണാസുരൻ്റെ നാട്ടിൽ വന്നു. വന്ന കാവലിന് ആരാ നിൽക്കുന്നത്? മഹാദേവനാ നിൽക്കുന്നത്. ഒരു പ്രശ്നവും ഇല്ലാതെ മഹാദേവൻ്റെ കൂടെ ഭഗവാന് യുദ്ധം ചെയ്യേണ്ടി വന്നു. കഷ്ടകാലം നോക്കിക്കൊള്ളണേ. ഇവരെ തമ്മിൽ ഒരു ശത്രുതയില്ല. പക്ഷേ ഭഗവാൻ മഹാദേവൻ്റെ നേരെ യുദ്ധം ചെയ്യേണ്ടി വന്നു. പ്രദ്യുമ്നൻ ഗണപതിയുടെ നേരെ യുദ്ധം ചെയ്ത് രണ്ട് കുടുംബവും ഏറ്റുമുട്ടി. ബാണാസുരൻ അകത്ത് സമാധാനമായിട്ടിരിക്കുക. കാരണം ശിവനെ തോൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നാലല്ലേ ഉള്ളൂ. ഘോര യുദ്ധം. ഭുജങ്ങളോട് ഭുജങ്ങളും പർവ്വതത്തോട് പർവ്വതങ്ങളും ഏറ്റുമുട്ടുന്നത് പോലെ ഭഗവാനും മഹാദേവനും ഘോര യുദ്ധം നടക്കുകയാണ്. പക്ഷേ രണ്ടുപേരുടെ ഉള്ളിലും യുദ്ധം നടക്കുമ്പോൾ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവരോടൊത്ത് ഒരു ബഹുമാനമുള്ള യുദ്ധം. ഇത് ലോകത്തിൽ എവിടെയും സംഭവിക്കില്ല. നമ്മളൊക്കെ ആരുടെയെങ്കിലും കൂടെ വഴക്കിടാൻ പോയി കഴിഞ്ഞാൽ അവരെ മനസ്സുകൊണ്ട് ശപിച്ച് ദേഷ്യപ്പെട്ട് ഇല്ലേ, അങ്ങനെയൊക്കെയല്ലേ വഴക്കിടുക. മഹാദേവനും ശിവനും വഴക്കിടുന്നു, പക്ഷേ മനസ്സിനകത്തോ വല്ലാത്തൊരു ബഹുമാനം, മുന്നേ നിൽക്കുന്ന ആളെടുത്തൊരു ബഹുമാനം. മഹാദേവൻ പ്രാർത്ഥിക്കുക, ഭഗവാനെ ഈ മൂർഖനായ ബാണാസുരന് അല്പം ജ്ഞാനമുണ്ടാകട്ടെ, അവൻ ഈ അഹങ്കാരത്തിലിരുന്ന് വെളിയിൽ വരട്ടെ. ഭഗവാൻ വിചാരിക്കുന്നു
എന്തു മൂർഖനാ ബാണാസുരൻ! മഹാദേവനെ പോലെ ഒരു ഉയർന്ന ആളെ കൊണ്ടുവന്ന് വാതിലിൽ പിടിച്ച് നിർത്തിവെച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ യുദ്ധം നടന്നു. അവസാനം ബാണാസുരനും രംഗത്ത് ഇറങ്ങി. ഭഗവാൻ ബാണാസുരൻ്റെ ഓരോ കൈയും മുറിച്ചിട്ടു. കൈ അധികം ഉള്ളത് കൊണ്ടായിരുന്നു ബാണാസുരൻ്റെ അഹങ്കാരം. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഏതെങ്കിലും ഒന്ന് നമുക്കുണ്ടെങ്കിൽ അതുകൊണ്ട് വിനയമാണ് ഉണ്ടാകേണ്ടത്, അഹങ്കാരമല്ല ഉണ്ടാകേണ്ടത്. മറ്റുള്ളവരെക്കാളും പൈസ അധികമാണ്, വിദ്യ അധികമാണ്, കഴിവുകൾ അധികമാണ്. എന്തുണ്ടെങ്കിലും വിനയമുണ്ടാകണം, അഹങ്കാരമല്ല ഉണ്ടാകേണ്ടത്. അനേകം കൈകളുണ്ടായത് കൊണ്ട് ബാണാസുരന് അഹങ്കാരമുണ്ടായി. ഈ അഹങ്കാരം കാരണം മഹാദേവനെ പിടിച്ചു കൊണ്ടുവന്ന് കാവലിന് നിർത്തി ആരെടുത്ത് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇത് ചിലർക്കൊക്കെ അഹങ്കാരം കൂടുമ്പോൾ ഉയർന്നവരെ, വന്ദിതന്മാരെ പോലും നിന്ദിക്കുന്ന മനസ്സുണ്ടാകും. ഉയർന്നവർ, പ്രായം കൂടിയ വ്യക്തികൾ, ജ്ഞാനികൾ, പണ്ഡിതന്മാർ, വൃദ്ധന്മാർ, ഇവരെല്ലാം ഏത് കാലഘട്ടത്തും ബഹുമാനിക്കണമെന്നാണ്. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്. ഭഗവാൻ യുധിഷ്ഠിരനേക്കാളും 1 വയസ്സോ 2 വയസ്സോ ഇളയത്, അത്രയേ ഉള്ളൂ. യുധിഷ്ഠിര മഹാരാജാവിനേക്കാളും 2 വയസ്സ് 2 വർഷം ഇളയത്, വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ എപ്പോഴൊക്കെ യുധിഷ്ഠിരനെ കാണുമോ ഭഗവാൻ എണീറ്റ് നിന്ന് ബഹുമാനം കാണിക്കാറുണ്ട്. വെറും 1 വർഷം 2 വർഷം മൂത്തതാണ്. അതായത് ഒരു സംസ്കാരമായ വ്യക്തി ആരാണെന്ന് ഭാഗവതം പറയുന്നു. വൃദ്ധന്മാരെ സംരക്ഷിക്കുക, സ്ത്രീകളെ ബഹുമാനിക്കുക, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക, മൃഗങ്ങളെ കൊല്ലാതിരിക്കുക. ഇത് 4 ചെയ്യുന്നവനത്രേ സംസ്കാരമുള്ളവൻ. അങ്ങനത്തെ ഒരാൾ രാജ്യം ഭരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം ഉയരും എന്നാ പറയുന്നു. എന്തൊക്കെയാ 4 കാര്യം? വൃദ്ധന്മാരെ, വയസ്സായവരെ ബഹുമാനിക്കുക, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക, സ്ത്രീകളെ ബഹുമാനിക്കുക, മൃഗങ്ങളെ രക്ഷിക്കുക. ഇത് 4 ചെയ്യണം. ഇത് 4 ചെയ്യുന്ന ഒരാളുടെ രാജ്യം നന്നായിരിക്കും എന്ന് ശാസ്ത്രം, ഭാഗവതം വരെ പറയുന്നുണ്ട്. അപ്പോൾ 2 വർഷം 1 വർഷം മൂത്ത യുധിഷ്ഠിര മഹാരാജാവിനെ പോലും കാണുമ്പോഴൊക്കെ ഭഗവാൻ വന്ദിക്കുമായിരുന്നു, ബഹുമാനിക്കുമായിരുന്നു. യുധിഷ്ഠിരനെ കാണുമ്പോൾ കാലു തൊട്ട് തൊഴും, ഭീമനെ കാണുമ്പോൾ കാലു തൊട്ട് തൊഴും, അർജുനനെ കാണുമ്പോൾ ആലിംഗനം ചെയ്യും, നകുല സഹദേവന്മാരെ അനുഗ്രഹിക്കും. എന്നാൽ ഇവരെ തമ്മിലൊക്കെ വെറും 1 വർഷം 2 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. അത് സംസ്കാരം. അപ്പോൾ ഭഗവാൻ വിചാരിക്കുന്നു, ഈ മൂർഖനായ ബാണാസുരന് ഈ വിവരദോഷി ഇങ്ങനെ ചെയ്തല്ലോ. അവസാനം ഭഗവാൻ യുദ്ധം ചെയ്ത് മഹാദേവനെ തോൽപ്പിച്ചു, ഗണപതി തോറ്റു, ബാണാസുരൻ തോറ്റു. ബാണാസുരൻ്റെ കൈകളെല്ലാം മുറിച്ചപ്പോൾ അവസാനം ബാണാസുരൻ്റെ തല കൊയ്ത് മാറ്റാൻ വന്ന് ഭഗവാൻ വാളും ഉയർത്തിയപ്പോൾ മഹാദേവൻ വന്ന് പറഞ്ഞു, പ്രഭോ, ഇവൻ എന്നെ ശരണം പ്രാപിച്ചവനാ. ഇവന് യോഗ്യതയില്ലെങ്കിൽ പോലും ഞാൻ സംരക്ഷിക്കാം എന്ന് വാക്കു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവനെ കൊല്ലരുത്. ഭഗവാൻ ഇവനെ അനുഗ്രഹിക്കണം, ആത്മീകമായി ഉയരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഭഗവാൻ അന്ന് ബാണാസുരനെ അനുഗ്രഹിച്ചു. പിന്നീട് ബാണാസുരൻ മഹാഭക്തനായി മാറി. ഇവിടെയാണ് ആചാര്യന്മാരുടെ പ്രസക്തി. നമുക്കാർക്കും തന്നെ ഭഗവാന്റെ ലോകത്ത് പോകാനുള്ള യോഗ്യതയില്ല. നമ്മളൊന്നും അത്ര ശുദ്ധരല്ല. നമ്മുടെ ഉള്ളിൽ കാമക്രോധാദികൾ ഒളിച്ചിരിപ്പുണ്ട്, അസൂയയും ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്കാ യോഗ്യതയില്ല. പക്ഷേ ശരിയായ ഒരു ഗുരുവിനെ, ഒരു ആചാര്യനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി വന്ന് ഈ വ്യക്തിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി റെക്കമെൻഡേഷൻ ചെയ്യുകയും ഭഗവാൻ അത് സ്വീകരിക്കുകയും ചെയ്യും. മഹാദേവൻ പറഞ്ഞു, ഇവനെൻ്റെ ഈ ബാണാസുരൻ എൻ്റെ അഭയം പ്രാപിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഭഗവാൻ അവനെ കൊല്ലരുത്
ഇവനെ ആത്മീകമായി ഉയർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഭഗവാനും പറഞ്ഞു, മഹാദേവ പ്രഭു, അങ്ങേ ശരണം പ്രാപിച്ചവരെല്ലാം എനിക്കും പ്രിയപ്പെട്ടവരാണ്. അവരെ ഒരിക്കലും ഞാൻ ശിക്ഷിക്കുകയില്ല. അവരെ ഉയർത്താമെന്ന അനുഗ്രഹം കൊടുത്തു. അതുകൊണ്ട് ആചാര്യന്മാരും ഗുരുക്കന്മാരും നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. അവരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ യോഗ്യതയില്ലാത്ത നമുക്ക് ആത്മീകമായി ഉയരാൻ ഒരു യോഗ്യത ഉണ്ടാവുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഈ വരുന്ന നരസിംഹ ജയന്തി ഒരു വിശേഷപ്പെട്ടതാണ്, പൂർണ്ണവതാരം. അതായത് ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഭഗവാൻ ഇവിടെ ശാശ്വതമായി ഉണ്ട്. പക്ഷെ പ്രഹ്ലാദൻ്റെ ശുദ്ധഭക്തി കാരണം ഒരു മുഹൂർത്തകാലം എല്ലാവർക്കും നരസിംഹമൂർത്തിയെ കാണാൻ പറ്റി. നരസിംഹമൂർത്തി പൂർണ്ണ അവതാരമായതുകൊണ്ട് ശാശ്വതമായി അവിടെ ഉണ്ട്, എന്നേക്കും നരസിംഹമൂർത്തി അവിടെ ഉണ്ട്. പക്ഷെ പ്രഹ്ലാദൻ്റെ ഭക്തി തൂണിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഹ്ലാദൻ്റെ ഭക്തി കാരണം ഒരു മുഹൂർത്തകാലം എന്ന് പറയുമ്പോൾ 40 മിനിറ്റോ 30 മിനിറ്റോ എന്തോ കണക്കുണ്ട്. അത്രയും നേരം നരസിംഹമൂർത്തിയുടെ ദർശനം പ്രഹ്ലാദൻ മാത്രമല്ല, ബ്രഹ്മാവ്, ശിവൻ, ഹിരണ്യകശിപു എല്ലാവർക്കും നരസിംഹമൂർത്തിയുടെ ദർശനം കിട്ടി. ഇതാണ് ഭക്തി, പ്രഹ്ലാദൻ്റെ ഭക്തി, ഉയർന്ന ഭക്തി എന്ന് പറയുന്നത്. എന്നേക്കുമുള്ള നരസിംഹമൂർത്തിയെ ഒരു മുഹൂർത്തകാലം എല്ലാവർക്കും കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ പരമാത്മാവായി സദാസമയമുണ്ട്. ഉണ്ടോ ഇല്ലേ? നിങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവുണ്ടല്ലോ. ശരി, എത്ര പേർക്ക് പരമാത്മാവിനെ കാണാൻ പറ്റും? ഹൃദയത്തിനെ തുറന്ന് പരമാത്മാ ഹലോ ഗുഡ് മോർണിംഗ് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. അപ്പോൾ ശുദ്ധമായ ഭക്തി ഉള്ളവർക്ക്, നല്ല നാമജപം, നല്ല ശ്രദ്ധയോടുള്ള സാധനയുള്ളവർക്ക് ഭഗവാനെ അനുഭവിക്കാനും കാണാനും സാധിക്കും. നരസിംഹമൂർത്തി എന്നേക്കുമുണ്ട്. പക്ഷെ പ്രഹ്ലാദൻ്റെ ഭക്തി കാരണം ഒരു മുഹൂർത്തകാലം ലോകം മൊത്തവും നരസിംഹമൂർത്തിയെ കണ്ടു. അതേപോലെ നമ്മുടെ ഹൃദയത്തിലും ഭഗവാൻ എന്നേക്കും കുടികൊള്ളുന്നു. പക്ഷെ ഭക്തി കാരണം ഭഗവാനെ കാണാൻ സാധിക്കും. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ സാധന ഇതെല്ലാം ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഏവരുടെ ഹൃദയത്തിലുമുള്ള ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മനസ്സിലാക്കി കൊടുത്ത ദിവസമാണ് ഈ ബുധനാഴ്ച നരസിംഹ ജയന്തി എന്ന് പറയുന്നത്. അന്ന് ആരോഗ്യമുള്ളവർക്ക്, സാധിക്കുന്നവർക്കൊക്കെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഉപവാസം ഇരിക്കാം. കാരണം നരസിംഹമൂർത്തി സന്ധ്യയ്ക്കാണ് തൂണിലിരുന്ന് വന്നത്. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നത് വരെ, അസ്തമന സമയം വരെ ഉപവാസം ഇരിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണം. വെള്ളം കുടിച്ചോ, വെള്ളം കുടിക്കാതെയോ, അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ചോ, അത് ഓരോരുത്തരുടെയും ആരോഗ്യ അവസ്ഥ അനുസരിച്ച് ഉപവാസം ഇരുന്ന് വൈകുന്നേരം നരസിംഹമൂർത്തിക്ക് നിങ്ങൾ വീട്ടുകളിൽ പാനകവും ചന്ദനവും സമർപ്പണം ചെയ്യുക. പാനകമെന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഒരു പാനീയം, നാരങ്ങ വെള്ളം പോലെ തന്നെ, പക്ഷെ അതിൽ എന്താ പറയുക, ശർക്കരയൊക്കെ ഇട്ടിട്ട് അത് നരസിംഹമൂർത്തിക്ക് വളരെ സ്പെഷ്യലാണ്. ആന്ധ്രാപ്രദേശിൽ മംഗളഗിരി എന്നും ഒരു മലയുടെ മീതെ ഒരു നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട്. മംഗളഗിരി മഹാ അത്ഭുതമാണ്. അവിടെ കൊണ്ടുപോയി ആൾക്കാർ ഈ പാനകം, ഈ പാനീയം, ഈ കുടിക്കുന്ന ഈ ജ്യൂസ് നരസിംഹമൂർത്തിയുടെ വായിൽ ഒഴിക്കും. ഒഴിച്ചാൽ പകുതി അകത്ത് പോകും, പകുതി പുറത്ത് കിട്ടും. ആൾക്കാരെല്ലാം മല കയറി, കേട്ടിട്ടുണ്ടോയെന്നറിയില്ല നിങ്ങൾ, മംഗളഗിരി, ആന്ധ്രാപ്രദേശിൽ മംഗളഗിരി എന്നൊരു ക്ഷേത്രം. ഇപ്പം ആന്ധ്രയാണോ തെലുങ്കാനയാണോന്നറിയില്ല, അവിടെ എവിടെ ഒരു സ്ഥലത്താണ് മംഗളഗിരി. വലിയ വാവുള്ള നരസിംഹമൂർത്തിയാണ്. ഇങ്ങനെ വാ തുറന്നിരിക്കും, വലിയ വാ. അപ്പോൾ ആൾക്കാരിങ്ങനെ കലത്തിൽ കൊണ്ടുപോയിട്ട് ആ നരസിംഹമൂർത്തിയുടെ വായിൽ പാനകം ഒഴിക്കും. ഒഴിച്ചാൽ പകുതി അകത്ത് പോകും, പകുതി പുറത്ത് വരും. അത് പ്രസാദമായിട്ട് ജനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. നരസിംഹമൂർത്തിക്ക് പാനകം വലിയ ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിലൊക്കെ ഉള്ളവർ പാനകം സമർപ്പിച്ച്, നരസിംഹമൂർത്തിക്ക് ചന്ദനം സമർപ്പിച്ച്, സന്ധ്യ വരെ ഉപവാസം ഇരിക്കാൻ പറ്റിയാൽ ഉപവാസം ഇരുന്ന് നാമം ജപിച്ച്
ഭാഗവതത്തിൽ നരസിംഹാവതാരം വായിക്കുക. ഇത് ചെയ്താൽ മഹാപുണ്യമാണ്. അമ്പലത്തിൽ ഫേസ്ബുക്കിലും ഓൺലൈനിലും ലൈവായിട്ടുള്ള പരിപാടി ഉണ്ടായിരിക്കും. ഹരേ കൃഷ്ണ.